Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ ചുക്കയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ചുക്ക നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ അതിന് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് നമുക്ക് ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചാണ് നമ്മളിതിൻ്റെ സവാള എടുക്കുന്നത്. 1 കിലോ ചിക്കൻ ആണെങ്കിൽ ഒരു 1/2 കിലോ സവാള വേണ്ടി വരും. ഒരു 3 വലിയ സവാള വേണ്ടി വരും. ഇതിപ്പോൾ ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി ഒരു ഇടത്തരം മീഡിയം സൈസിലെ 2 സവാള നീളത്തിനരിയുക. അപ്പോൾ അതിനെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാനൊരു പാനിലോട്ട് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സവാള ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ സവാള ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനെ ഞാൻ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ച് വയ്ക്കാനുണ്ട്. സവാള വറുത്ത് കോരി വയ്ക്കുക. ഇനി നമുക്ക് ചിക്കനിലോട്ട് മസാല തേക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, വലിയ ജീരകപ്പൊടിയാണ് ചേർക്കേണ്ടത്. അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ എരിവിൻ്റെ അളവനുസരിച്ചാണ് ഞാനതിലൊരു 2 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂണിലാണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നത് കൊണ്ട് മുളക് പൊടിയുടെ അളവൊന്ന് കുറച്ചതാണ്. നമ്മുടെ ഈ ചിക്കൻ ചുക്ക കുറച്ചൊന്ന് സ്പൈസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ കട്ട് ചെയ്തതോ ഏതായാലും മതിയാകും. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്ത കൂട്ടുകളൊക്കെ ഇതിലോട്ട് ചേർക്കാം. അങ്ങനെ ചിക്കൻ ഞാൻ മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മളിനി വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, മൊരിച്ച സവാളയെ ചെറിയ രീതിയിൽ ഇതുപോലെ പൊടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ ചുക്ക. ചെയ്തെടുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ നല്ലതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇതും കൂടി നമ്മുടെ ചിക്കനിലോട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വേണം മിക്സ് ആക്കാൻ. അപ്പോൾ ഈ ഉള്ളി നല്ലതുപോലെ തേച്ച് ഇതിലോട്ട് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ എണ്ണ ചേർക്കുകയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് എത്ര സമയം നമുക്ക് വെക്കാൻ പറ്റും, ഒരു 30 മിനിറ്റിന് ശേഷം എത്ര സമയം വേണമെങ്കിലും വെച്ചിരുന്നാൽ നല്ലതുപോലെ എരിവൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറഞ്ഞത് ഒരു 30 മിനിറ്റ്, 20 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത് 1 മണിക്കൂർ മസാല തേച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു അടപ്പ് കൊണ്ട് അടച്ച് കവർ ചെയ്ത് വയ്ക്കാം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചത് നമ്മുടെ ചിക്കൻ. ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉള്ളി വറുത്ത എണ്ണ ആയാലും മതിയാകും. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ ആദ്യം ഒന്ന് ഫ്രൈ പോലെ ഇതിലോട്ടിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് ഇതെല്ലാം ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഒരു 5 മിനിറ്റ് ഇതുപോലെ അങ്ങ് ഇട്ടിരിക്കുക.
5 മിനിറ്റിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് മസാല ചിക്കനിൽ തേച്ച് വെച്ച ആ പാത്രത്തിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്ത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് അടപ്പുകൊണ്ട് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി. ഏതാണ്ട് നല്ല ഒരു മണമൊക്കെയാണ് നമ്മുടെ ചിക്കൻ ചുക്ക. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചിക്കൻ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെന്ന് എടുക്കാനാണ്. ചിക്കൻ ചുക്ക തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു ചെറിയ സവാള, ഒരു ഏറ്റവും ചെറിയ ഒരു സവാള, വലിയ സവാള ആണെങ്കിൽ ഒരു പകുതി മതിയാകും, അതും ഒരു പകുതി ടൊമാറ്റോ, ഒരു 3 പച്ചമുളക് 2ആയിട്ട് കീറിയത്. അപ്പോൾ അതായത് നമ്മളിതിൽ ടൊമാറ്റോയൊന്നും കൂടുതൽ ചേർക്കില്ല, ഒരു പകുതി മതിയാകും ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടി. അതുപോലെ ചെറിയ രീതിയിലാണ് സവാളയും കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ പച്ചച്ചുവ അധികം ഒന്നും മാറണ്ട, ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചിക്കൻ ചുക്ക തയ്യാറാക്കിയത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് ഇത് കോരി മാറ്റുകയാണ്. നല്ല ഒരു സവാളയൊക്കെ നമ്മൾ വറുത്ത് ചേർത്തതിൻ്റെ നല്ലൊരു മണമൊക്കെയാണ് നമ്മുടെ ചിക്കൻ ചുക്കയ്ക്ക്. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിനോടും ചപ്പാത്തിയോടൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിനോട് കൂടും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.